ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. നമ്മൾ കല്യാണ പാർട്ടിക്കൊക്കെ പോയാൽ കിട്ടുന്ന റിസപ്ഷനെല്ലാം അപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമ, വെജിറ്റബിൾ കുറുമ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് ചെയ്ത് നോക്കാം. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ദോശയ്ക്കും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന, പൂരിക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാനിവിടെ അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഇത് കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ ചെറിയൊരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ സവാള ചെറുതായി നൈസായിട്ട് ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന സവാളയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തണ്ട് ഊരി മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറിവേപ്പിലയും സവാളയും നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടുള്ള പച്ചമുളക് നെടുകെ ഒന്ന് കീറിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ട് 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 2 ചുവന്ന മുളക് നെടുകെ മുറിച്ച് 4 പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് നല്ല സ്ക്വയർ പീസാക്കി മുറിച്ചിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനെല്ലാം മുറിക്കുന്ന പോലെ അതിൻ്റെ ചെറിയൊരു അളവിലാണ് മുറിച്ചെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 2 വലിയ ക്യാരറ്റും മുറിച്ചെടുത്തിട്ടുണ്ട്. സ്ക്വയർ പീസാക്കി മുറിച്ചെടുത്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് നല്ലപോലെ ഇതൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ലോങ് ബീൻസാണ് എടുത്തേക്കുന്നത്. ചെറിയ ബീൻസല്ല, ലോങ് ബീൻസാണ് എടുത്തേക്കുന്നത്. ബീൻസ് വളരെ കുറച്ച് അളവിലാണ് എടുത്തേക്കുന്നത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്തിരിക്കുന്ന അത്രയും അളവിൽ ബീൻസ് എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു പകുതി അളവിലാണ് ബീൻസ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതും എല്ലാം കൂടെ നമുക്ക് ശരിക്കും ഒന്ന് വാട്ടി എടുക്കണം. വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ കുറുമ എന്ന് പറയുമ്പം നമുക്കിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിരുന്നു. ഒരു 5-6 മണിക്കൂർ കുതിർത്ത ഗ്രീൻ പീസാണ്. അതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ബീൻസ് എടുക്കുന്ന അതേ അളവിലാണ് ഗ്രീൻ പീസും എടുക്കുന്നത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് സവാളയുമാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തേക്കുന്നത്. ഈ പച്ചക്കറികൾ ശരിക്കൊന്ന് വഴന്ന് കിട്ടിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ശരിക്കൊന്ന് വഴന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഉള്ളിയെല്ലാം ശരിക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വലിയ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പച്ചക്കറിയുടെ അളവിനനുസരിച്ചിട്ട് വേണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എത്തിക്കുന്ന കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യണം. പൊടികളെല്ലായിടത്തും ആവാൻ പാകത്തിന് ശരിക്കും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ കേട്ടോ, വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തേക്കുന്നതാണ്. അപ്പോൾ മുളക് പൊടിയുടെ ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. നമ്മളിത് വൈറ്റ് കളറിലുള്ള നല്ല സ്റ്റൂ പോലത്തെ കുറുമയായിട്ടാണ് എടുക്കുന്നത്. ശരിക്കിത് മിക്സ് ചെയ്ത് പൊടികളെല്ലാം എല്ലായിടത്തും ആകാൻ പാകത്തിന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം എന്ന് പറയുമ്പം പച്ചക്കറികൾ ശരിക്കും മുങ്ങി മൂടി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പച്ചക്കറികൾ വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പോൾ കറക്റ്റ് അളവിൽ വെള്ളം ശരിക്കും മൂടി നിൽക്കാൻ പാകത്തിനും പച്ചക്കറി മൂടി നിൽക്കാൻ പാകത്തിനുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കൂടുതൽ വിസിൽ വന്ന് വേവിച്ചാൽ പച്ചക്കറികൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാൻ വരുത്തുന്നത്. ഒട്ടും കുഴഞ്ഞു പോകാതെ അപ്പോൾ തന്നെ വിസിൽ അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പം അപ്പം തന്നെ കുക്കർ തുറക്കുകയും വേണം. അപ്പോൾ ഈ സമയം നമ്മൾക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 8-10 ബദാം നേരത്തെ വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് വെച്ചിരുന്നതാണ്. കുറച്ച് സമയം ഒരു 1/2-3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് ഈ ബദാമിൻ്റെ തൊലിയെല്ലാം സ്കിന്നെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തൊലി കളഞ്ഞ ബദാമാണിത്. അപ്പോൾ ഈ തൊലി കളഞ്ഞ ബദാം നമുക്ക് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ വെള്ളം അരച്ചെടുക്കണം. കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും ബദാം ചേർക്കുമ്പം. കറിക്കൊരു കുറുകി കിട്ടും. അതുപോലെ തന്നെ കുറച്ചൊരു ടേസ്റ്റും കൂടുതലുണ്ടാവും.
അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഈ ഗ്രേവി അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞ് കഴിയുമ്പം അപ്പം തന്നെ തുറന്ന് നോക്കാം. എന്താ പച്ചക്കറികളെല്ലാം ശരിക്കും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്ത് കൂടുതൽ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതായാലും ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ സ്ക്വയർ പീസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതേ പാകത്തിൽ വേണം നമ്മൾ കുറുമയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കറി വേവിച്ചെടുക്കാനായിട്ട്. വല്ലാതെ കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ആ തേങ്ങ അരപ്പൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് സാധാരണ നമ്മൾ കറിക്കെല്ലാം ചെയ്യുന്ന പോലെ മിക്സിയിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ബാക്കിയിരിക്കുന്ന തേങ്ങ അരപ്പും കൂടെ നമ്മൾക്ക് ഈ കറിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പോലെ ഇതുപോലെ ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറിലുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പത്തിൻ്റെ കൂടെ എല്ലാം കൂട്ടി അപ്പമായാലും ഇടിയപ്പമായാലും കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂ ആണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ആദ്യം മല്ലിപ്പൊടി എല്ലാം ചേർത്തായിരുന്നു. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇത് തീരെ സിമ്മിൽ വയ്ക്കുക, അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വലിയൊരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പൊടികളും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇത് നല്ല വെജിറ്റബിൾ സ്റ്റൂ, നല്ല നാടൻ സ്റ്റൂ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണയിലുണ്ടാക്കിയത്. അപ്പോൾ വെളിച്ചെണ്ണയിലുണ്ടാക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അപ്പത്തിൻ്റെ കൂടെ എല്ലാം കൂട്ടി അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പൂരിക്കും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് കുക്കറിൽ 2 വിസിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും എന്നും പറയുന്ന പോലെ ഇനി വേറെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക് യു.